താമരശ്ശേരിയിൽ വിദ്യാർത്ഥികളുടെ കൂട്ടത്തല്ലിനിടെ പരിക്കേറ്റ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് വിദ്യാഭ്യാസ വകുപ്പ്. വകുപ്പ് തല അന്വേഷണത്തിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അരുൺ സോളമൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണത്തിന് ഇറങ്ങുകയാണ്. സ്കൂളിൽ നടന്ന സംഭവമല്ല, സ്കൂളിന് പുറത്താണ് ഇത് സംഭവം നടന്നിരിക്കുന്നത്. ഇതിന്റെ പ്രഭവ കേന്ദ്രവും സ്കൂളല്ല, അതൊരു ട്യൂഷൻ സെന്ററാണ്. സ്കൂളിലെ ഫെയർവെൽ പരിപാടികളൊക്കെ കഴിഞ്ഞു ാണ് ഈ സംഘട്ടനം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് നേരിട്ട് സ്കൂളിന് ഉത്തരവാദിത്വമില്ലെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് ഇത് അന്വേഷണത്തിന് ഉത്തരവായിരിക്കുന്നു അല്ലേ? ഗുഡ് മോർണിംഗ് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താനുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് അദ്ദേഹം നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ കോഴിക്കോട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഇത് കൃത്യമായിട്ട് അന്വേഷിച്ച് ഒരു പ്രാഥമികമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ വാർത്താക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ പോലീസും വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി വരികയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്നുള്ളത് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഇപ്പോൾ ചുമതലപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം ഈ കുടുംബത്തിന് ദുഃഖത്തിലും പങ്കുചേർന്നുകൊണ്ടുള്ള ഒരു പരാമർശം വാർത്താക്കുറിപ്പിലൂടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്. വിദ്യാഭ്യാസ വകുപ്പും പോലീസും ഈ വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് ഷഹബാസ് എന്ന 15 വയസ്സുകാരനാണ് താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.